വീട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ ഒരു സങ്കല്പം സാക്ഷാത്കരിക്കുന്നതാണ്. അത്ര മനോഹരമായിട്ടാണ് ഈ കാണുന്ന വില്ലകൾ വരുന്നത്. നിങ്ങൾക്ക് ഇനി ഒരു വീട് കൂടിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ തന്നെ അത് നോക്കിക്കോളൂ. ഇതിനകത്ത് കാണുന്ന ഓരോ വീടുകളും ഒന്നിനൊന്ന് സൗകര്യത്തോടെയും ഭംഗിയോടെയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 15-16ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്ത് ഇനി ഒരു വീട് കൂടി മാത്രമാണ് സെയിലിനായിട്ടുള്ളത്. എല്ലാ വീടുകളും അത്യാവശ്യം നല്ല ലാൻഡ് അളവിലാണ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് നമുക്ക് ഈ കാണുന്ന റോഡ് കൊണ്ടോ, വില്ലകളുടെ മിഡിലൂടെ പോകുന്ന റോഡാണ്. രണ്ട് കാറുകൾക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാവുന്ന നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് വരുന്നത്. ഞാൻ പ്രിയ, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ്. പുക്കാട്ടുപടിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ മാറിയിട്ടാണ്. ഇൻഫോ പാർക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ 11 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 15, ആലുവ ഭാഗത്തേക്ക് 11, എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ. 6 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാള്, ഗേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മതിൽ ബ്രിക്ക് വർക്കുകൾ വരുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. GS സ്ക്വയർ ട്യൂബിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഗേറ്റ് നോക്കിയാലും അധികം ഹൈറ്റ് ഒന്നും ഇല്ലാതെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് എളുപ്പം ഇഷ്ടം തോന്നുന്ന നല്ല ഭംഗിയായിട്ടുള്ള എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. പെയിന്റിംഗ് ആണെങ്കിലും ഓരോ പോർഷനിൽ വന്നിരിക്കുന്ന ബ്രിക്ക് മോഡൽ വർക്കുകളാണെങ്കിലും ഒക്കെ വീടിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നതാണ്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോറിൽ നിങ്ങൾ നോക്കിക്കോളൂ, സ്റ്റോൺസ് വിരിച്ചിട്ട് ഭംഗിയായ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഗ്രാസ് എല്ലാം ഇവിടെ വിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ 4 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു മുറ്റം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കവേഡ് ആയിട്ടുള്ള ഈ ഒരു പോർച്ചിൽ ഒരു കാറ് പാർക്ക് ചെയ്യാം. ബാക്കി 3 കാറുകൾ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. കാർ പോർച്ച് ഇങ്ങനെയാണ് വരുന്നത്. സിലിണ്ടറിക്കൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് എൻ്റർ ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു ഓപ്പൺ സ്പേസ് തന്നെയാണ്. അതിന്റെ ആ ഒരു കോർണർ പോർഷനിലൊക്കെ നോക്കിയാൽ രണ്ട് ഭാഗത്തും ഭംഗിയായിട്ടാണ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു വഴി ചേർന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയയുടെ ഡോറിന്റെ അടുത്തായിട്ടാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലും ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയും നമുക്ക് സ്റ്റോൺസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയയിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഏകദേശം പാറ്റോ ഏരിയ പോലെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ ഫ്ലോറിൽ പെബിൾസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. സൈഡൊക്കെ നോക്കുവാണെങ്കിൽ വോള് നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റൈൽ വർക്കാണ്. ആ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് കാണുന്നത് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോർ ആണ്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു കാർപോർച്ചിന്റെയും സിറ്റ് ഔട്ടിന്റെയും ഒക്കെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല രീതിയിൽ തന്നെയാണ് LED സ്ട്രിപ്പുകൾ അവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. വീടിന്റെ ഡോറ് ഇങ്ങനെ ഒരു മോഡലിൽ 2 പാളിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മഹാഗണിയിലും ആഞ്ഞിലിയിലും ഒക്കെ ആയിട്ടാണ് വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് വീടിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ്. നേരെ നമുക്ക് ഇതുപോലെ ഒരു പാസേജ് ആണ് ഇവിടെ വരുന്നത്. ഈ ഒരു പോർഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയ 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ടൈലുകളൊക്കെ നോക്കിക്കോളൂ. മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. ഗ്ലോസി ടൈപ്പും വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ഭംഗിയായിട്ട് ഷാൻഡിയറുകളും ലൈറ്റുകളും വരുന്നുണ്ട്. വിൻഡോസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് താഴെയും മുകളിലും ഒരേ പ്രൊപ്പോർഷനിൽ തന്നെ ഒരുപാട് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. വോൾ മൗണ്ടിങ് ഫാൻ ഇവിടെ വരുന്നുണ്ട്. ചെറിയ LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഒരു ഹെവി ആയ TV യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്കൊന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈനുകളും ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും എല്ലാം കൊടുത്തിട്ടാണ് TV യൂണിറ്റ് വെച്ചിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും ലിവിംഗിൽ നിന്നും ഒരേ സമയം നമുക്ക് TV കാണാവുന്ന രീതിയിൽ ഇതുപോലെ റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വീണ്ടും ഈ ഒരു പാസേജിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നതിൽ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ട ലിവിംഗ് സ്പേസ് 11 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ടാപ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 12 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോസ് ഒക്കെ നല്ലൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഭാഗത്താണ് വരുന്നത്. മുകളിലോട്ട് ഇതുപോലെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകളും ഒരു പ്രത്യേക സ്റ്റൈലിലും മോഡലിലും ഒക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ടും ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഇങ്ങനെ ഒരു നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്.
ബാത്റൂം ടൈലുകൾ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡെപ്ത് ആയിട്ടാണ് ബാത്റൂം വരുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് തരില്ല. ജാഗ്വാറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ് ടൈലുകൾക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻട്രി ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കണ്ടു. നമുക്ക് ഇവിടെ ഫാമിലി ലിവിംഗ് റൂം സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഫാമിലി ലിവിംഗ് റൂമിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. താഴെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സ്ലൈഡിംഗ് ഡോറ് കിട്ടുന്നുണ്ട്. അത് തുറന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ഒരു വോള് നോക്കിക്കോളും. നമുക്ക് ആ ഒരു പാറ്റീവ് ഏരിയക്ക് ഈക്വൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയും ഭംഗിയായിട്ടാണ് പെബിൾസ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗ് സ്പേസിന്റെ മറ്റൊരു പ്രത്യേകത ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡിൽസ് ഒക്കെ ടഫന്റെ ഗ്ലാസ് ഇട്ട് ഭംഗിയായിട്ടാണ്. ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ് റെയിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED സ്ട്രിപ്പുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. സ്റ്റെപ്പ് ഒക്കെ ഭംഗിയായിട്ട് ആ ഒരു വുഡൻ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഹാളാണ് ഇവിടെ കിട്ടുന്നത്. 12 അടി നീളവും 11.5 അടി വീതിയുമുള്ള വലിയൊരു ഡൈനിങ് ഹാൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്ക് 8 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാം. എത്ര വലിയ ഡൈനിങ് ടേബിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇടാവുന്നതാണ്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനുകളാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു വിൻഡോയും ഡോറും കിട്ടുന്നുണ്ട്. മിഡിലുള്ള ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പാറ്റീവ് ഏരിയയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെയും കിട്ടുന്നത്. ഭംഗിയായിട്ടാണ് ആ മതിലിൽ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ പെബിൾസും ഫുഡ് സ്റ്റെപ്സും വെക്കാനായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോൺസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് വാഷ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വാഷ് ഏരിയ വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ നോക്കുവാണെങ്കിലും നല്ലൊരു ഡിസൈനിലാണ്. താഴെയൊക്കെ 2 സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. മിററും വരുന്നുണ്ട്. കിച്ചൺ നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡ് പോർഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്രോക്കറി ഷെൽഫായിട്ടും അവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചൺ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് വളരെ സ്പേഷ്യസ് ആയ ഒരു വലിയ കിച്ചൺ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ അധികം കാണാത്ത ഒരു റയർ ഷെയ്ഡാണ്. കളർ കോമ്പിനേഷൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫാബറിന്റെ ചിമ്മിണി വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയുള്ള ഡിസൈനർ ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് എല്ലാം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ് വരുന്നത്. 2 സൈഡിലെ വിൻഡോസ് കൂടാതെ തന്നെ നമുക്കിവിടെ സിങ്കും പൈപ്പ് കണക്ഷനും കാണാവുന്നതാണ്. റൂഫിൽ സിമ്പിൾ ആയിട്ടാണ് LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുന്നത്. ബൾബുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ എടുത്തു തന്നെ പറയേണ്ടതാണ്. കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആണ്. പക്ഷെ വലിയൊരു സ്പേസ് വരെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. റൂഫും സൈഡും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൗണ്ടർ ടോപ്പ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നേരെ നോക്കുമ്പോൾ ഇവിടുത്തെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുപോലെ കിണർ വരുന്നതും നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് തന്നെയാണ്. ബാക്കി വരുന്ന സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങൾക്കുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു അലക്ക് കല്ല് ഫെസിലിറ്റി കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 13-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു വോളിൽ 2 വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോസിന്റെ മുകളിലൂടെയൊക്കെ നമുക്ക് പാനലിംഗ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ്. റൂഫ് നോക്കിയാലും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു വോളിലായിട്ടാണ് വരുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലും കളർ കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ ഇതുപോലൊരു ഡിസൈൻ ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ടൈല് തന്നെയാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സൗകര്യത്തോടു കൂടിയിട്ടും ഭംഗിയായിട്ടുമാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലാൻഡിങ്ങിന് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് വിൻഡോസ് കിട്ടുന്നുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിന്റെ ഒക്കെ എൻട്രൻസ് തന്നെ നോക്കിക്കോളൂ. പാനലിംഗ് ചെയ്തിട്ട് LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബേ വിൻഡോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയുള്ള ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ. പാനലിംഗ് ചെയ്തിട്ട് അവിടെയും നമുക്ക് LED സ്ട്രിപ്പുകളും ഫുഡ് ലാംപ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ
റൂഫിലൊക്കെ നോക്കിക്കോളൂ, വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ എത്തുന്നത് വരെ നമുക്ക് ഇതുപോലെ ഹാൻഡ് റൈൽസ് രണ്ട് സൈഡിലും കൊടുത്ത് LED സ്ട്രിപ്പുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം കാണാനുണ്ട്. 12.5 അടി നീളവും 12 അടി വീതിയും കൊടുത്തിട്ടുള്ള നല്ലൊരു ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് കാണാം, ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോസ് ആണ്. ബാക്കിയുള്ള 2 വിൻഡോസ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വലിയൊരു ബോർഡ്രോബ് നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിന്റെ ഡോർ എല്ലാം തന്നെ കോമൺ പാറ്റേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ബാത്റൂം പോലെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ടൈലുകളും ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഒക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ല ബിഡ് ആയിട്ടും ലെങ്ത് ആയിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ബാൽക്കണി വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഇറങ്ങുന്ന സമയത്ത് വളരെ വലിയ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിലൊക്കെ നോക്കിക്കോളൂ, ടഫിന്റെ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആ ഒരു ഔട്ട് ഫ്രെയിമും ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഭാഗത്തും നല്ല ഭംഗിയായിട്ടാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ബാൽക്കണി കഴിഞ്ഞ് വരുന്ന ഈ ഒരു പാസേജിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ മുകളിലുള്ള ആ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള സ്പേസും അവിടുത്തെ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. നമ്മളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ്, നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിംഗിനായിട്ട് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ആ ഭാഗത്ത് വരുന്നുണ്ട്. സൈഡിൽ നോക്കിയാലും ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു വർക്ക് സ്റ്റേഷൻ ടേബിൾ ഇവിടെ കിട്ടുന്നുണ്ട്. താഴെ കംപ്ലീറ്റ് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 13.5 അടി നീളവും 11 അടി വീതിയുമുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. 2 വിൻഡോസ് ഈ വോളിലും ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. വാർഡ്രോബുകൾ സെയിം തന്നെയാണ്. കളർ കോമ്പിനേഷൻസ് എല്ലാം ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്താണ്. റൂഫ് നോക്കുവാണെങ്കിലും സെയിം തന്നെയാണ്, പ്ലെയിൻ ആയിട്ടാണ്. അത്യാവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. താഴത്തെ പോലെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഭംഗിയുള്ള ടൈലുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. വളരെ വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. എല്ലാം നല്ല സെമി ലക്ഷൂറിയസ് ആയിട്ടും ഭംഗിയായിട്ടും ചെയ്തിരിക്കുന്ന വീടുകളാണ്. 6 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും 4 കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 6 സെന്റ് ഓഫ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിന് 4 കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. വെൽ വാട്ടർ അവൈലബിൾ ആണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച അതേ എലിവേഷനും കാര്യങ്ങളൊക്കെയാണ് വീടിന് വരുന്നത്. 1,23,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാം. 1.23 CR എന്നുള്ളതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും നിങ്ങൾ മാർബിൾ ഹോംസ് വഴിയാണ് വരുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറുകൾ സെയിം തന്നെയാണ്. അതിലേക്ക് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് അയച്ചാൽ നിങ്ങളുടെ കോള് ഞങ്ങൾക്ക് നഷ്ടമാവില്ല. ഇതുപോലുള്ള വീടുകൾ വളരെ കുറവാണ്. ഈ ഒരു പ്രൊജക്ടിനകത്ത് ഈ ഒരു വീട് മാത്രമേ ബാക്കിയുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് സെയിൽ നടന്ന ഒരു പ്രൊജക്ട് ആണ്. ഒട്ടും വൈകണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. ഇങ്ങനെയുള്ള ഭംഗിയുള്ള വീടുകൾ ഇനിയും കാണണ്ടേ? അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.